നമസ്കാരം ശ്രീ ബാലമുരളി. ഇപ്പൊ ശ്രീ ബാലമുരളി, നമ്മൾ ഇപ്പോ ഈ സമകാലികമായി നിൽക്കുന്ന ഒരു വിഷയത്തിലേക്ക് നമുക്ക് ചർച്ച പോവാം. അതായത് കാലാകാലങ്ങളിൽ +2ന്റെ അഡ്മിഷൻ വരുമ്പോൾ +1 +2 ഇങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ മലപ്പുറത്ത് സീറ്റില്ല എന്നൊരു വിഷയം ചർച്ചയാകുന്നു. അതെന്തുകൊണ്ട്? ഈ മലപ്പുറത്ത് വിഷയം പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു രീതി അതൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് പോകണം. കാരണം ഇപ്പോൾ ആൾ പാസ്സാണ്, എല്ലാവരെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പോൾ തന്നെ ഒരു 0.3% വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷയ്ക്ക് തോറ്റത്. അതവർ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒന്നീ മരണപ്പെട്ട കുട്ടികളുണ്ട്, അതുപോലെ അസുഖം ബാധിച്ചിട്ട് പരീക്ഷ എഴുതാൻ കഴിയാത്ത ആൾക്കാർ, അവരുടെ ആ ശതമാനമാണ് ഈ തോറ്റ ശതമാനമായിട്ട് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 100% വിദ്യാർത്ഥികളും SSLC പരീക്ഷ എഴുതിയവർ വിജയിച്ചു. ഈ ആൾ പാസ് സംവിധാനം കൊണ്ട് എന്താണ് നമ്മുടെ കുട്ടികൾക്കും അതേപോലെ നമ്മുടെ നാടിനും ഉണ്ടാകുന്ന പ്രയോജനം? വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകാൻ പാടില്ല. 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലോ ഒന്നും വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകാൻ പാടില്ല, അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം എന്നുള്ള ഒരു നയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടറേറ്റ് എടുത്തിട്ടാണോ നമ്മുടെ നാട്ടിൽ വലിയ വലിയ കലാകാരന്മാരുണ്ടായിട്ടുള്ളത്, വലിയ വലിയ ശില്പികൾ ഉണ്ടായിട്ടുള്ളത്, സാഹിത്യകാരന്മാരുണ്ടായിട്ടുള്ളത്? ഒന്നുമല്ല. അപ്പോൾ ഈ ഔപചാരികമായ വിദ്യാഭ്യാസം, അത്യാവശ്യം വിദ്യാഭ്യാസം വേണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച് അവർക്ക് മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞു പോകാനും ആ മേഖലകളിൽ വിദ്യാഭ്യസിക്കുവാനുമുള്ള സൗകര്യമാണ് സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ ഈ വൈറ്റ് കോളർ ജോബ് തന്നെ കുട്ടികൾ ചെയ്യണം എന്നുള്ള ഒരു നിഷ്കർഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയത്തിന്റെ. ബാലമുരളി പറഞ്ഞ ആ കാര്യം സർക്കാരിലെ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുമ്പ് ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പറഞ്ഞൊരു സംഭാഷണം പുറത്തായിരുന്നു. അത് ഈ കുട്ടികൾക്ക് ശരിക്കും അവരുടെ പേരെഴുതാൻ പോലും അറിയാത്ത രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. A+ഉം A ഒക്കെയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടും അത് തന്നെ. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ നല്ല ശില്പികൾ ഉണ്ടാവണം, നല്ല സാഹിത്യകാരന്മാരുണ്ടാവണം, നല്ല ഗായകരുണ്ടാകണം. ഇതേപോലെ ഈ ഡിഗ്രി എടുത്തതിന് ശേഷം ഡിഗ്രി എടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ മുടിവെട്ടാനായിട്ടൊരു കടയിൽ കയറുന്നത്. നല്ല ബാർബർമാരുണ്ടാവണം നാട്ടില്. അതുപോലെ എല്ലാ മേഖലയിലും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ശില്പി വരണമെങ്കിൽ ഇന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരേണ്ട ഒരു അവസ്ഥയാണ്, കേരളത്തിലില്ല. ഇപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ നയം തന്നെ ഒന്ന് ഉടച്ചു വാർക്കേണ്ടത് അത്യാവശ്യമാണ്. മലപ്പുറം എടുത്തു കഴിഞ്ഞാൽ മലപ്പുറത്തെ നമുക്കറിയാം ഒരു ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഒരു വിഷയം അവിടെ ഉണ്ട്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ചേർക്കുന്ന കുട്ടികളുടെ എണ്ണവും മലപ്പുറം ജില്ലയിൽ ചേർക്കുന്ന കുട്ടികളുടെ എണ്ണവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പ്രത്യേക ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു. അതിന് താൽക്കാലികമായിട്ടുള്ള പരിഹാരം എന്നുള്ള രീതിയിൽ അവർ സീറ്റുകൾ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ തന്നെ ഒരു ബാച്ചെങ്ങാനും കൂടുതൽ കൊടുക്കും. അങ്ങനെയൊക്കെ തൽക്കാലം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ അവലംബിച്ചു വരുന്നത്. അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു മാറ്റം അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ 50 കുട്ടികൾ പഠിക്കേണ്ട ഒരു ക്ലാസ് റൂമിൽ 10 കുട്ടികളെ കൂടി കൊണ്ട് ഇരുത്തുകയാണ്. അപ്പോഴും മറ്റു കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് കിട്ടേണ്ട സൗകര്യങ്ങൾ കുറയുകയാണ്. 50 കുട്ടികളുടെ സ്ഥാനത്ത് 60 കുട്ടികൾ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അങ്ങനെ ആ സ്കൂളിൽ ഒരു 50ഓ 60ഓ കുട്ടികൾ പുതുതായിട്ട് വരുമ്പോൾ സ്കൂളിന്റെ ഗ്രൗണ്ട് അടക്കം അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനം അടക്കം മറ്റു കാര്യങ്ങളൊന്നും, മറ്റു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വികസിക്കുന്നില്ല. അപ്പോൾ അവിടെയുള്ള കുട്ടികളുടെ, നിലവിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുറെ കൂടി അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമാണ് ഇങ്ങനെ ഈ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും അതുപോലെ ബാച്ച് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പുതിയ സ്കൂളുകൾ ആരംഭിക്കേണ്ട ആ ഒരു രീതിയിലേക്ക് പോകണം. സർക്കാരിനെ കൊണ്ട് അത് കഴിയുമോ? അത് കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നല്ലാതെ ശാശ്വതമായിട്ട് പരിഹാരം കാണാനായിട്ടുള്ള ഒന്നും തന്നെ സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അടിസ്ഥാന പ്രശ്നം നിലനിൽക്കുകയാണ്. അല്ല, ഇതിനകത്ത് മറ്റൊരു സംഗതി എന്ന് വെച്ചാല് ഇത് ഈ ഒരു വർഷം നടക്കുന്നത് മാത്രമല്ല, വർഷാവർഷം ആരംഭിക്കുമ്പോൾ അധ്യയന വർഷം +1കാര് +2കാരുടെ ആരംഭിക്കുമ്പോൾ ഈ വിഷയം വരുന്നു. ഇപ്പം ഇതുവരെ നിലവിൽ ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് SFI സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. SFI ആരെ പ്രീണിപ്പെടുത്താൻ ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ വെറും ഒരു കെട്ടുകാഴ്ചക്ക് ഇറങ്ങിയതാണോ? കാര്യം പഴയൊരു SFIക്കാരനായ
വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ചർച്ചയിൽ ഇരുന്നിട്ട് ഹാസ്യരൂപേണ പറയുന്നുണ്ട്, അവരിറങ്ങട്ടെ, അവരൊക്കെ വെയിൽ കൊണ്ടിട്ട് കുറെ നാളായല്ലോ എന്ന രീതിയിൽ അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. അതും മലപ്പുറത്ത് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കളക്ടറേറ്റിലേക്കാണ് അവരൊരു സമരം നടത്തിയത്. അപ്പൊ അത് ഇന്നലെ ചാനലുകളിലൊക്കെ ചർച്ചയായതാണ്. അല്ല, SFIയുടെ പ്രസക്തിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇല്ലാതായി വരുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ മലപ്പുറത്ത് ഇറങ്ങുന്നത്, അത് SFI ഇറങ്ങുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പരിഹസിച്ചു എന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെയും അവരെ പാർട്ടിയുടെയും നിർദ്ദേശമില്ലാതെ SFI പോലുള്ള ഒരു സംഘടനയ്ക്ക് സമരത്തിൽ ഇറങ്ങാൻ കഴിയുകയില്ല. ഇത് പച്ചയായി പറഞ്ഞാൽ ഒരു പ്രീണന നയം, മുസ്ലിം പ്രീണനം തന്നെയാണ്. അതെ, ആ പ്രീണന നയം അവരുടെ വിദ്യാർത്ഥി സംഘടനയും പുറത്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വിഭാഗത്തിലുള്ള കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തറവേല എന്ന് വേണമെങ്കിൽ നമ്മൾ നാടൻ ഭാഷയെ പറയാം. MSF സമരത്തിലുണ്ട്, KSU സമരത്തിലുണ്ട്, SFI ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് മന്ത്രി. ഉച്ച കഴിഞ്ഞിട്ടോ രാവിലെ ചർച്ച ഉണ്ടായിരുന്നു. അല്ല, അതിപ്പോ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ ഇതേപോലെ എന്തെങ്കിലും സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ 1-2 കോഴ്സുകൾ കുറച്ച് സ്കൂളുകളിൽ കൊടുത്തുകൊണ്ടും ഒക്കെ ആ വിഷയം പരിഹരിക്കപ്പെടും, അത് ഉറപ്പാണ്. പക്ഷെ ശാശ്വതമായിട്ടുള്ള പരിഹാരം ആവുകയില്ല. നാം മനസ്സിലാക്കേണ്ടത് അവിടെയും ഒരു സാമ്പത്തിക രാഷ്ട്രീയം കൂടി ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഇപ്പം പുതുതായിട്ട് മാനേജ്മെന്റ് സ്കൂളുകൾക്ക് പുതുതായിട്ട് കോഴ്സും പുതിയ കോഴ്സുകളും പുതിയ ബാച്ചുകളും ഒക്കെ അനുവദിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള നേട്ടം, അവിടെ അവർക്ക് പുതിയ സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അതുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാതെ പോകാനും പാടില്ല. ഈ സ്കൂളുകൾ തുടങ്ങുന്ന കാര്യത്തെ കുറിച്ച് ശ്രീ ബാലമുരളി സംസാരിച്ചല്ലോ. അപ്പൊ ഈ അധ്യാപക നിയമനത്തിൽ പോലും ഒരു മന്ത്രി പറയുന്നത് കേൾക്കാത്ത രീതിയിലേക്ക് അധ്യാപക സംഘടനകൾ പോയി എന്നൊരു വാർത്ത ഇടയ്ക്കുണ്ടായിരുന്നു. അതെ, അത് നമുക്ക് ഊഹിക്കാമല്ലോ. ഇവിടുത്തെ ഭരണത്തിന്റെ പിടിപ്പുകേട് എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നിയന്ത്രിക്കാൻ ഈ ഭരണകൂടത്തിന് കഴിയുന്നില്ല. നമ്മളത് എല്ലാ മേഖലയിലും ഉള്ള ഒരു വിഷയം തന്നെയാണ്. വർഷങ്ങളായിട്ട് ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്ന എത്രയോ അധ്യാപകരുണ്ട്. അതെ, അതൊക്കെ ഒരു വലിയൊരു വിഷയമാണ്. ഇപ്പോൾ തന്നെ ഒരു പുതിയ കണക്ക് വന്നത്, അധ്യാപകര് എവിടെ വർക്ക് ചെയ്യുന്നു, ഇവരെ ഏത് തലത്തിലാണ് നിയമിക്കപ്പെട്ടതെന്ന് പോലും രേഖകളില്ല എന്നുള്ളൊരു വാർത്ത ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു കുത്തഴിഞ്ഞ ഒരു വിദ്യാഭ്യാസ രംഗമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം വിദ്യാർത്ഥികളെ ഇറക്കി സമരം ചെയ്യിക്കുക, ആ സമരം ചെയ്തിട്ട് അത് ആസൂത്രിതം, ഈ സമരം തന്നെ ആസൂത്രിതമാണ്. SFI സമരരംഗത്തേക്ക് വന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ആസൂത്രിതമായ നീക്കമാണ്. ഇന്നിപ്പോ സ്വാഭാവികമായിട്ട് ഈ ചർച്ചയിൽ ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഞങ്ങൾ SFI കൂടി സമരം ചെയ്തത് കൊണ്ടാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി. അതെ, ഞങ്ങൾ ഇത് സമരം ചെയ്തു, വിഷയം പരിഹരിച്ചു, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയൊക്കെ സംരക്ഷകർ ഞങ്ങളാണ് എന്ന്. ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോഴേ ഈ മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് തന്നെ CPM അല്ലേ? സംശയം തോന്നുന്നു. അതെ, ഏറ്റവും വലിയ പ്രീണനം തുടങ്ങിയത് ഒരു പക്ഷേ നമ്മള് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ ചിന്തിപ്പിച്ചു തുടങ്ങിയത് തന്നെ ഈ പാർട്ടിയാണ്. ഇന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നത്, ആൾക്കാരുടെ മനസ്സുകളിൽ വിഷം കുത്തിവെച്ചുകൊണ്ടുള്ള, ഇപ്പോൾ തന്നെ നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചാരണങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തെറ്റായ നയങ്ങൾക്കെതിരെ സമരം ചെയ്യട്ടെ, പ്രചരിപ്പിക്കട്ടെ. ഇത് അങ്ങനെയല്ല, വർഗീയമായ രീതിയിലുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും കേരളം ശരിക്കു പറഞ്ഞാൽ ഒരു അഗ്നിപർവ്വതം എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപമിക്കാം. അത്രത്തോളം പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിലാണ് കേരളം പോകുന്നത്. ഇതിന് കാരണക്കാരെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ തന്നെയാണ്. ആൾക്കാരുടെ മനസ്സുകളിൽ വിദ്വേഷത്തിന്റെ, ആൾക്കാരുടെ മനസ്സിൽ വെറുപ്പിന്റെ ഒക്കെ വിഷം കുത്തിവെച്ച് ഇന്നിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയെ ജാതി അടിസ്ഥാനത്തിൽ മാറ്റുകയും അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഭരിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ ജനസംഖ്യയിൽ അവിടുത്തെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിലേക്ക് പോകാൻ അല്ല ചിന്തിക്കേണ്ടത്, വിഘടനവാദം ഏത് അളവിലെത്തിയെന്ന്. ഞങ്ങൾക്ക് ഒരു പുതിയ സംസ്ഥാനം വേണമെന്ന് ഞങ്ങൾ വാദിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ഒരാൾ ചോദിച്ച രീതിയിൽ ഈ കാര്യങ്ങൾ വന്നിട്ടില്ലേ? ഇത് ഞാൻ പറഞ്ഞില്ലേ, വിഭജനത്തിന്റെ പാഠങ്ങൾ അല്ലെങ്കിൽ ആ കാലത്തിലേക്ക് നമ്മളെ തിരിച്ച് ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. കേരളത്തിനെ രണ്ടായി വിഭജിക്കണമെന്നും പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെന്നുള്ള ആവശ്യം വരെ ഉയർന്നു കഴിഞ്ഞു എന്ന് വന്നാൽ കേരളത്തിലെ മനുഷ്യന്റെ മനസ്സ് ഏത് രീതിയിലാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇത് നിങ്ങൾ ഈ മാധ്യമങ്ങൾ മൂടി വയ്ക്കുന്നത് ശരിയല്ല. ആ വിഷയമാണ് ശരിക്കും നമ്മുടെ ഈ സമയത്ത് ചർച്ചയാകേണ്ടത്. എന്തുകൊണ്ട് അത് ചർച്ചയാകുന്നില്ല? കേരളത്തിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കണമെന്ന് പറയുന്നത്? പച്ചയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? പക്ഷേ ഈ രീതി അപകടം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
അപ്പൊ ഇത് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ +2 കാര്യത്തിൽ തന്നെയാണെങ്കിലും ഇപ്പൊ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പോകുന്ന ആ ജില്ലയിലെ കുട്ടികൾക്ക് അവിടെ തന്നെ പഠിക്കാനുള്ള ഇത് ഉണ്ടാകുമോ? അല്ല, തോന്നുന്നുണ്ടോ അതിൽ അങ്ങനെ? വേറൊരു കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ജനസംഖ്യ ആനുപാതികമായ വിഷയം നോക്കുമ്പോൾ ഇപ്പൊ അവിടെ സീറ്റ് കുറയുമ്പോഴും മറ്റു പല ജില്ലകളിലും സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതെ, നമ്മൾ അത് കാണാതെ പോകരുത്. യെസ്, അതാണ് correct. മറ്റു പല ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ജില്ലയിൽ മാത്രമാണ് കിട്ടാതെ വരുന്നത്. എന്തുകൊണ്ടാണ് ആ സാഹചര്യം ഉണ്ടായത് എന്ന് എല്ലാ വിഭാഗം ആൾക്കാരും ചിന്തിക്കണം. എന്തുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കേരള മനസാക്ഷിയുടെ മുന്നിൽ ഇത് ചർച്ചയ്ക്ക് വരേണ്ട ഒരു വലിയ വിഷയമാണ്. നമ്മൾ പത്തനംതിട്ടയും മലപ്പുറത്തിനെയൊക്കെ ഒന്ന് താരതമ്യം ചെയ്യണം. മറ്റു ജില്ലകളിൽ തിരുവനന്തപുരം ജില്ലയായിരുന്നു നമ്മളിരിക്കുന്ന സ്ഥലം. തിരുവനന്തപുരം ജില്ലയുടെ 1ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ എത്ര പ്രവേശനം നേടി, എത്ര കുട്ടികൾ 10 പാസ്സായി പുറത്തിറങ്ങി. മലപ്പുറം ജില്ലയിൽ ഉണ്ടായ ആ ഒരു വ്യതിയാനം വലിയ തോതിൽ അത് എങ്ങനെ സംഭവിക്കുന്നു? ഇനി ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും അടച്ചാക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പോകേണ്ടതില്ല. അതിനെ പരിഹരിക്കാനായിട്ട്, അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സർക്കാരിന് കഴിയണം. അങ്ങനെ വിദ്യാർത്ഥികളുടെ എണ്ണം 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ ആനുപാതികമായി വർദ്ധിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ അതേപോലെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന തരത്തിലുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സർക്കാർ. അതിൽ സംസ്ഥാന സർക്കാർ അമ്പേ പരാജയമാണ്. ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് അവരിപ്പോ അവരുടെ എന്താ പറയാ, ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചോറ് വാരിക്കുന്ന രീതിയിൽ അവരുടെ ആ വിദ്യാർത്ഥി സംഘടനയെ കൂടി ഇപ്പൊ സമരരംഗത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ എല്ലാവരുടെയും സംരക്ഷകരായിട്ട് അവതരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ആ സമരം ഒത്തുതീർപ്പാക്കാനായിട്ടുള്ള കാര്യങ്ങൾ. യോഗ്യത ഉള്ള കുട്ടികൾക്ക് ഇപ്പൊ A+ഉം Aയും ഒക്കെ കിട്ടിയ യോഗ്യതയ്ക്ക് അനുസരിച്ച് അവർക്ക് ഒരു നല്ല +2 സീറ്റ് കിട്ടും എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഇത്തരത്തിലാണെങ്കിൽ? അല്ല, അത് സ്വാഭാവികമായി സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ യോഗ്യതയുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് ചിലപ്പോൾ കിട്ടുന്നത് എന്തായിരിക്കാം? അങ്ങനെയൊക്കെയുള്ള അല്ല, വിഷയങ്ങളിലെ കുട്ടികള് ഇത് പാവപ്പെട്ട കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതിൽ സംശയമൊന്നുമില്ല. കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഇപ്പം സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ അങ്ങനെയുള്ള ആ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കഷ്ടമാണ്. അത് സങ്കടകരമായ കാര്യം തന്നെയാണ്. അതിൽ സർക്കാരിന് അങ്ങേയറ്റത്തെ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും അവസാന നിമിഷം ഒരു ചർച്ചയ്ക്ക് വരുന്നതിന് മുന്നേ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയിലെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന വെറുതെ ഒരു പുറമേനി കാണിക്കാനായി ഇതിൽ കൂടെ കൂടുകയും ചിലപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ തന്നെ ചിലപ്പോൾ മന്ത്രി ശരി ചെയ്തേക്കാം അല്ലെങ്കിൽ അനുവദിച്ചേക്കാം എന്ന് പറഞ്ഞത് ഒരു പൊറാട്ടു നാടകം, അല്ലെ ഒരു നാടകം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അല്ല, അത് SFIയുടെ മാത്രം പൊറാട്ടു നാടകമല്ല, CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള. എനിക്കൊരു ചെറിയ സംശയം ചോദിക്കാം. നിങ്ങൾ ഇപ്പം ശ്രീ ബാലമുരളി ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ABVP എന്തുകൊണ്ട് ഈ ഒരു സമരരംഗത്തേക്ക് വന്നില്ല? അല്ല, ABVP അവിടെ പ്രാദേശികമായിട്ട് അവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സമരകാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അവർ പരാതിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യമൊക്കെ ABVP ഉന്നയിച്ചിട്ടുണ്ട്. ഈ മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ ABVPയുടെ ശക്തി നമുക്കറിയാലോ. ആ സ്വാഭാവികമായിട്ടുള്ള ആ രീതിയിലുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട രീതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങളിലൂടെ അത്രത്തോളം അങ്ങോട്ട് പുറത്ത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ അവിടെ മലപ്പുറം ജില്ലയിൽ മാത്രമാണ് SFIയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയത്. അത് സ്വാഭാവികമായിട്ടും ഭരണാനുകൂല സംഘടന സമരം നടത്തുന്നത് കൊണ്ട് അത് പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അധ്യാപക നിയമന കാര്യത്തിലായിരുന്നാലും ഇത്തരം കാര്യങ്ങളിലായാലും വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ഇന്നുവരെ പിന്തുടർന്ന ഈ രീതികളിൽ നിന്നൊക്കെ സർക്കാർ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും. തീർച്ചയായും അത് ചിന്തിക്കണം. അല്ല, വിദ്യാഭ്യാസ മേഖല തന്നെ ഉടച്ചു വാർക്കപ്പെടേണ്ടതാണ്. ഈ വിദഗ്ധ തൊഴിലാളികൾ ഇന്ന് നമുക്ക് അഭാവമുണ്ട്, തൊഴിലാളികളുടെ അഭാവമുണ്ട്. ഈ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർക്കാർ ജോലിക്കും ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത സമയമാണ്. അവർക്ക് പെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളം തന്നെ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ഇന്ന് നമ്മുടെ നാടിന് ആവശ്യമാണ്. ഇന്ന് അന്യ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണ് വന്ന് നമ്മുടെ ധനം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ തന്നെ ആ വാക്കേ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ സമ്പാദിക്കുന്ന പണം മുഴുവൻ ഇവിടെ ചെലവഴിക്കപ്പെടുന്നു. ആ ചെലവ് ഒഴിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലും പറമ്പത്തും നമ്മുടെ പുരയിടങ്ങളിലൊക്കെ പണി ചെയ്യാനും മറ്റു കാര്യങ്ങളും ഉത്പാദന മേഖലയിലും ഒക്കെയാണ്. അതിന്റെയൊക്കെ തൊഴിലാളികളായിട്ട് വരുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അവർ ആ കാശ് മുഴുവൻ കൊണ്ടുപോവുകയാണ്. അവരിവിടെ ഒന്നും ക്രാഫ്റ്റ് അത്തരത്തിലുള്ള നമ്മുടെ കുട്ടികൾ പോകുന്നു. അതെ, നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ വൈദഗ്ധ്യമില്ല. ആ വൈദഗ്ധ്യം പഠിപ്പിക്കാനായിട്ടുള്ള അവസരമില്ല. ആ വൈദഗ്ധ്യം നേടുന്ന തൊഴിൽ പഠിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ബോധം സർക്കാർ തന്നെ അറിഞ്ഞോ അറിയാതെയോ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്നു, രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാക്കുന്നു.
ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞ് പിന്നെ ഒരു ഡോക്ടറേറ്റ് എടുത്ത് ആ രീതിയിലേക്കൊക്കെ പോകണം എല്ലാ കുട്ടികളും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ ചിന്താധാര തന്നെ മാറ്റണം. അതിന് സർക്കാർ മുൻകൈ എടുക്കണം.